ഈ വയഗ്ര പോലുള്ള മെഡിസിൻസ് കഴിച്ചാൽ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് സൈഡ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എന്താണ്? ഫസ്റ്റ് വയാഗ്ര എന്തെന്ന് ഞാൻ പറയാം. വയാഗ്ര എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. ഏകദേശം ഒരു 1990 നമുക്ക് അഞ്ചൈന എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ സമയത്ത് നമുക്കൊരു പെയിൻ വരികയും റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുകയും ചെയ്യും. ആണുങ്ങളിൽ മാത്രമാണ്? എല്ലാ ആണിലും പെണ്ണിലും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കണ്ടുപിടിച്ചൊരു മെഡിസിനാണ് വയാഗ്ര. അപ്പോൾ ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആണുങ്ങളിൽ ഇറക്ഷൻ വന്നു. ഇറക്ഷൻ വന്നപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തിയെങ്കിലും ഈ ഇത് നിർത്താൻ കൂട്ടാക്കിയില്ല. കാരണം അവർക്ക് ഇറക്ഷൻ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് വയാഗ്ര ഇറക്ടഡ് ഡിസ്ഫങ്ഷൻ്റെ പ്രൈമറി ഓറൽ മെഡിസിനായി മാറുകയും ചെയ്തു. പകരം അഞ്ചൈനയ്ക്ക് അത് യൂസ് ചെയ്യാണ്ടായി. പകരം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കണ്ടുപിടിച്ച ഇറക്ഷന് ഗുണമാകുമെന്ന് മനസ്സിലായതോടുകൂടി അതിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനായി മാറി. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, എല്ലാ ഏരിയയിലേക്കും ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതേമാതിരി ഇനി വയഗ്രക്ക് ഉപയോഗിക്കുന്ന ചിലർക്ക് തലവേദന, മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ BP-യുടെയോ മറ്റോ അല്ലെങ്കിൽ ആസ്പിരിൻ പോലത്തെ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവർ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഹെമറേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ഭയങ്കര ഹൈ സാധ്യതയാണ്. ഗ്രാജുവലി നിങ്ങൾക്ക് ഇതില്ലാതെ ഇറക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയും ഈ വയാഗ്രയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്.